നമ്മളിന്ന് കണ്ണൂർ പോയിട്ട് ഓല S1Xന്റെ ഫുൾ റിവ്യൂ എടുക്കാൻ വേണ്ടി പോവര് കണ്ണൂർ, ഞാനും അനിയനും. അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ നോക്കിയിട്ട് പറയാം. ഓക്കെ. തന്നെ 2 കടാകടിയന്മാരാ പോകുന്നത്. നോർമൽ തന്നെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പം വെയിറ്റ് വരുന്നത് നമ്മള് 92 ഇല്ലാതെ ഇപ്പൊ 89 വെയിറ്റ് ഇല്ലാതെ രണ്ടാള് പോകുന്നു. ഞാനും അനിയനാ പോകുന്നു. നോർമലിൽ തന്നെ കൺട്രോളായിട്ട് പോകുന്നു. എക്കോല് നല്ല കയറ്റാണെങ്കിൽ എക്കോല് പോണം. സ്പോർട്സിൽ പോണം. എക്കോല് നമ്മളതിന്റെ പോക്കില്ല, നമ്മളെ കൊണ്ടാവില്ല. ബ്ലോക്കിലെ സ്ഥലത്ത് മാത്രമേ നമുക്ക് എക്കോല് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മള് നോർമൽ തന്നെ. പിന്നെ ഈ നോർമലി എക്കോ സ്പോർട്സ് ഇത് മാറ്റി സ്വിച്ച് പോകുന്ന കംപ്ലൈന്റ് വരുന്നുണ്ട് ചിലയാൾക്ക്. ഞാൻ ഇന്നലെ ഒരാളെ കണ്ടിരുന്നു. അപ്പൊ അയാൾ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കല. നമ്മളിന്ന് ഓല S1Xന്റെ ഫുൾ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ വരെ പോയതാണ്. പോയിട്ട് വന്ന് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിരുന്നു. ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കുന്നത് നോർമലിൽ 120, സ്പോർട്സിൽ 110 തോന്നുന്നു അല്ലേ, 110. പിന്നെ എക്കോ മോഡുണ്ട്. എക്കോ മോഡിൽ 160 കാണിക്കുന്നത്. അവർ 170 എന്നെല്ലാം പറഞ്ഞിട്ട് 160 കാണിക്കുന്നത് എടുക്കുമ്പോൾ. ഇതാണ് വണ്ടീൻ്റെ കളറ് വരുന്നത് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. ഈ കളർ എടുത്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ്. നമ്മളെ വൈഫ് എടുക്കുന്നതാണ്, പിന്നെ നമ്മളും എടുക്കും ഫുൾ ടൈം. വൈഫ് വന്നു കഴിഞ്ഞാൽ നമ്മളാവശ്യത്തിനല്ല ഫുള്ള് ഇതിൽ തന്നെ ഓട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് നല്ല മിഡ് ലൈറ്റ് ബ്ലൂവിൻ്റെ കളറ്. പക്ഷേ നമ്മൾ ഈ ഫുൾ റേഞ്ച് ഓടിയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രടാ ചെയ്? നമുക്കിത് കിട്ടുന്നത് ഫുൾ റേഞ്ച് ഓടിയിട്ട് നമുക്ക് 80 20 വരെ കിട്ടിയിട്ടുള്ളത്. 20 ബാറ്ററി കാണിക്കുന്നവരെ 80 കിട്ടിയത്. 80 കിട്ടി. നോർമലാന്നേ. നോർമല് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലത്. എക്കോലെന്ന് വെച്ച് കഴിഞ്ഞാൽ 40-45 വരെ നമുക്ക് പോലും. അതിൽ സ്പീഡിൽ പോകാൻ കഴിയില്ല. പിന്നെ ഈ ടൗണിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ എക്കോയിൽ പോവാം അല്ലേ. ടൗൺ ഏരിയ എക്കോ പോവാം. എക്കോ പോയാൽ 160-170 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 140 എല്ലാം കിട്ടുമായിരിക്കും. അത് നമ്മൾ നോക്കിയില്ല. നോർമലേ നമുക്ക് യൂസ് ആവുമല്ലോ. കാരണം നമ്മൾ നോർമലി ബുള്ളറ്റും സ്കൂട്ടിയും കാര്യങ്ങളെല്ലാം നോർമൽ വണ്ടി എടുക്കുന്നതാണല്ലേ. അപ്പോൾ ആ നോർമൽ റേഞ്ചിലല്ലേ നമുക്ക് പോകാൻ പറ്റും അജി. എന്നാലും ആ സുഖം കിട്ടുമല്ലോ. കാരണം നല്ല പുള്ളിങ്ങാണ് സാധനത്തിന്. നല്ല നോർമലിൽ ഒരു 85 കിട്ടും, 90 വരെ കിട്ടും. കാരണം എന്താ വെച്ചാൽ 20 കഴിഞ്ഞാൽ പിന്നെ എക്കോലേ പോകാൻ കഴിയുള്ളൂ. അപ്പം 90-95 കിട്ടും. 20 വരെ വന്ന് പിന്നെ എക്കോയിൽ പോയി. അന്നേരം 95 കിട്ടി. അപ്പോൾ നോർമല് 80-85 അല്ലേ, 90 വരെ നമുക്ക് ഡിസ്പ്ലേ കാണിക്കുന്നത് അത്രയും കിട്ടുന്നില്ല. എന്തായാലും ഡിസ്പ്ലേ കാണിക്കുന്നത് കിട്ടൂല എന്തായാലും. കാരണം അവരെന്ത് നമുക്ക് 90 പ്രതീക്ഷ മതി. വണ്ടി നല്ല സ്മൂത്താണ്. പിന്നെ വൈഫിനെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് അല്ലേ. വണ്ടി നല്ല സ്മൂത്തായിട്ട്. ഡബിൾ എടുക്കുമ്പോൾ സ്പോർട്സിൽ കയറ്റാൻ സ്പോർട്സിൽ കയറും. പിന്നെ അല്ലാണ്ട് നോർമൽ തന്നെ നല്ലോണം നോർമലിൽ 70ഓളം പോകുന്നുണ്ട്. 70-ലെല്ലാം നല്ല സ്പീഡിൽ. എനിക്ക് തളിപ്പറമ്പ് ഞാൻ പോകുന്നത് എല്ലാ ഞായറാഴ്ച പ്രയറിന് പോക്കുന്നുണ്ട്. പ്രയറിന് പോകുന്ന ബ്രദറെ വീട്ടിൻ്റെ അടുത്ത് കൃത്യം വീട്ടിൽ നിന്ന് 12.5 കിലോമീറ്ററാണ്. തിരിച്ചു വരുന്നത് 12.5 കിലോമീറ്റർ. ഞാൻ നല്ല സ്പീഡിലാണ് പോക്ക്. 60-70 പോക്ക്. കാരണം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ 60-70 പോക്ക്. 60-70 പോയാൽ തന്നെ ഞാൻ 100 വിട്ട് കഴിഞ്ഞാൽ 5% വേഗം കുറയും. അതെന്നാ അറിയില്ല. 1-2 കിലോമീറ്ററിനുള്ളിൽ 5% അങ്ങ് കുറയും. 1 കിലോമീറ്ററേ പോകണ്ടു അല്ലേ. 1 കിലോമീറ്ററിന് 5% കുറയും. അപ്പം നമ്മൾ വിചാരിക്കും വേഗം ബാറ്ററി തീരുമെന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ മെല്ലെ കുറയുമല്ലോ. പിന്നെ ഞാൻ പോയിട്ട് 100% പോയിട്ട് വരുമ്പോൾ ശരിക്കും 25 കിലോമീറ്ററാണ് ഓടുന്നത്. 25 കിലോമീറ്റർ 30% പോകുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് വരുന്നത് 85-90 നോർമലിൽ. അതാണ് ഇതിൻ്റെ ഇത് ഓലേൻ്റെ. പിന്നെ നല്ല ഡിസ്ക് ഇഷ്ടപ്പെട്ടിന് അല്ലേ ജയ്? ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിയത്. കാരണം ചിലക്ക് ഇതിൻ്റെ ഡിസൈൻ ഇന്ത്യൻ മോഡലല്ല അല്ലേ, ചൈന മോഡായതുകൊണ്ട് ഇതിൻ്റെ ഡിസൈന് ചിലക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത് നമുക്ക് ജെൻസിന് പറ്റിയൊരു സാധനമാണ്. ജെൻസിനെല്ലാം എടുക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം വരുന്നത് ഫുൾ റേഞ്ച് നമുക്ക് 5-6 മണിക്കൂർ എടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് 100% 5-6 മണിക്കൂർ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി അത്ര ഓടുന്നില്ലെങ്കിൽ അത്രയൊന്നും വേണ്ട.
2 മണിക്കൂറൊക്കെ മതി. ഇപ്പോൾ വൈഫ് സ്കൂളിൽ പോയിട്ട് വരുന്ന മാത്രമാണെങ്കിൽ 10-20 കിലോമീറ്റർ വരുന്നില്ല. 10 കിലോമീറ്റർ അങ്ങോട്ടും 10 കിലോമീറ്റർ ഇങ്ങോട്ടും. അപ്പോൾ ഒരു 80% പോകുന്നില്ല. 20% പോകുന്നില്ല. അപ്പോൾ ചാർജിങ് 1 മണിക്കൂർ 2 മണിക്കൂറല്ലേ വേണ്ടു. പക്ഷെ ഫുൾ റേഞ്ച് ചാർജിങ് 5-6 മണിക്കൂർ എടുക്കുന്നുണ്ട്. അത് രാത്രിയാ ഇട്ടുവെക്കുന്ന ഏറ്റവും നല്ലത്. ഓട്ടോ കട്ട് ഓഫ് ആണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് നമുക്ക് നടക്കുന്നുണ്ട്. രാവിലെ ഇടാൻ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, നമ്മളെ പ്രശ്നമാണ്. രാവിലെ ഇട്ട് വെക്കുന്ന റേറ്റ് കുറവല്ലേ? 11 മണിക്ക് ശേഷം 11 മണിക്ക് ശേഷം നോർമൽ റേറ്റ് 11 മണി മുതൽ 6 മണി വരെ രാവിലെ 6 മണിക്ക് ശേഷം നമുക്ക് 25% ഡിസ്കൗണ്ട് ആണ് ഇലക്ട്രിസിറ്റിന്റെ. രാവിലെ ഇടുന്ന പറ്റുന്നുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം ഇടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. 10 മണിക്ക് പോകേണ്ടവരാണെങ്കിൽ 10 മണിക്ക് പോകേണ്ടവരാണെങ്കിൽ രാവിലെ 6 മണിക്ക് ഇട്ടാൽ മതി. എണീച്ചിട്ട് ഇടണം. നമ്മളിപ്പോ അധിക ദിവസം അങ്ങനെ ഇടല്. പിന്നെ നല്ലോണം ചാർജ് പോയാൽ രാത്രി ഇടും. അപ്പോൾ ചില ആള് ഓലേൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സർവീസ് ഭയങ്കര മോശമെന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ ചെറിയൊരു ഹോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ഹോൺ അടിയാണ്ട്. അത് നമ്മൾ അന്നേരം തന്നെ അവർ വന്നോന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളെ കാരണം കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് പോയി അവരൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ അവർ ശരിയാക്കി തരികയും ചെയ്തിരുന്നു. നമുക്കവിടെ വെയിറ്റ് ചെയ്യാനോ പിടിക്കാനോ നമുക്ക് സമയം കളയേണ്ടി വന്നിട്ടില്ല. അവർ പെട്ടെന്ന് തന്നെ ശരിയാക്കി തന്നിരുന്നു. അവിടെ അന്നേരം അത്ര വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾക്കാർ ഓരോ സ്ഥലത്ത് എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ വണ്ടി എടുത്തത് പയ്യന്നൂരിൽ നിന്നാണ്. അവിടുത്തെ നല്ല സർവീസാണ്. അവിടെ സെയിൽസിലുള്ള ആളായാലും അവിടെ പർച്ചേസിങ്ങിലുള്ള ആളായാലും നല്ല സർവീസ്, നല്ല കോപ്പറേറ്റീവ് ആയിട്ടാണ് നമ്മളടുത്ത് പെരുമാറിയത്. നമ്മളാദ്യം വണ്ടി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വന്ന്, പിന്നെ നമ്മൾ വണ്ടി എടുത്തത് തന്നെ ഓൺലൈൻ വഴിയാണ്. അവരെ ജസ്റ്റ് വിളിച്ച് അവർ അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് വണ്ടി ബുക്ക് ചെയ്തത്. നമുക്കധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വണ്ടി 2 ആഴ്ച കൊണ്ട് വണ്ടി എത്തിയെന്ന് പറഞ്ഞിരുന്നു. പിന്നെ രജിസ്ട്രേഷന് വേണ്ടി കുറച്ച് ടൈം എടുത്തു. 1 മാസമായി. 1 മാസത്തിനുള്ളിൽ തന്നെ വണ്ടി കിട്ടി. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. സർവീസിനും നമുക്ക് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓണിൻ്റെ പ്രശ്നത്തിലൊന്നും വേറൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ആൾക്കാർ ഓരോ സ്ഥലത്ത് ഓരോ ഇതായിരിക്കുക. നമ്മൾ പയ്യന്നൂരിൽ നിന്ന് എടുത്തത്. പിന്നെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓവറോൾ നമ്മളിവിടെ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമ്മളെ അനുഭവം, നമ്മളിപ്പോൾ 1 മാസം വണ്ടി എടുത്തിട്ട് 1 മാസമായി. റിവ്യൂ അന്നേ പറയണമെന്ന് വിചാരിച്ചതാണ്. കുറേ ആൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മളെ കൂട്ടുകാരന് ചതക്കുണ്ട്. ചതക്കിൻ്റെത് കൂട്ടുകാരൻ പറഞ്ഞതനുസരിച്ചിട്ടല്ലാണ്ട് നമ്മളൊന്ന് വാങ്ങി ഓടിച്ചിട്ട് നമ്മൾ കറക്റ്റ് റിവ്യൂ പറയാം, എത്ര റേഞ്ച് ഉണ്ട് കാര്യങ്ങളൊക്കെ. കാരണം എല്ലാവരും റേഞ്ച് അറിയില്ല. ഈ LED അവരെ വണ്ടിയിലുള്ള കാണിക്കുന്നത് നോക്കിയിട്ട് അത് ഉണ്ടാവുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആക്ച്വലായിട്ട് ഒരു വണ്ടിക്കും അത്ര കിട്ടില്ല. അത് കറക്റ്റ് നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ അത് ചതക്കിൻ്റെ നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ അടുത്ത റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.